നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രധാനമായിട്ട് നമ്മുടെ ബിസിനസ്സിലുള്ള കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചത്. അതിൻ്റെ വിവിധ രൂപങ്ങളെക്കുറിച്ചും അതല്ലെങ്കിൽ അതിൻ്റെ വിവിധ രീതികളെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചു. ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത്, എൻ്റെ വോയിസിൽ എന്തെങ്കിലും ബ്രേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് അറിയിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് ബിസിനസ് കമ്മ്യൂണിക്കേഷനിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ സാധാരണ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈസ് എ അല്ലേ ഒരു ആശയം, അതെന്തു തന്നെ ആവട്ടെ, അത് ഞാൻ എൻ്റെ മനസ്സിൽ കരുതിയ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ വെർബൽ ആവാം, അതല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോൺ വെർബൽ ആവാം, അതല്ലെങ്കിൽ എന്താ പറയുക റിട്ടൺ, അല്ലെങ്കിൽ ആ ഒരു രീതിയിലോ ഏത് രീതിയിൽ വേണമെങ്കിലും ആവാം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ആശയം കൈമാറ്റം ചെയ്യപ്പെടുക എന്ന് പറയുമ്പോൾ ബിസിനസ്സിൽ അങ്ങനെ ആശയ കൈമാറ്റം ചെയ്യുന്നതിന് അതല്ലെങ്കിൽ ആശയവിനിമയം ചെയ്യുന്നതിന് 7 പ്രധാനപ്പെട്ട സ്കിൽസുകൾ പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട 7 കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് തന്നെ പറയാം. അതായത് നമ്മൾ ബിസിനസ്സിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു 7 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതെന്തൊക്കെയാണെന്നാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു സാധാരണ കമ്മ്യൂണിക്കേഷൻ പോലെയല്ല. അപ്പോൾ നമ്മൾ ചങ്ങായിമാരെയൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ഒരു ഫ്രണ്ടിനെ കാണുകയാണ്, ആ ഫ്രണ്ടുമായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലേ, നമ്മൾ ചിലപ്പോൾ നമ്മളുടെ സ്വന്തം ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ പല രീതിയിൽ സംസാരിക്കും, വളവളാന്ന് വർത്താനം പറയുന്ന ആളുകളുണ്ടാവും. അതേപോലെ തന്നെ എന്താ പറയുക ടീസ് ചെയ്തുകൊണ്ട് കളിയാക്കിയും കൊണ്ട് അല്ലേ, അങ്ങനെ ഉണ്ടാവില്ല, നമ്മളേത് മാത്രമാണെന്ന് തോന്നുന്ന ചില ഇടങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് എന്തും തുറന്നു പറയാൻ കഴിയുന്ന അല്ലെങ്കിൽ നമുക്ക് എന്ത് ചളി അടിക്കാൻ കഴിയുന്ന ആളുകൾ, അപ്പോൾ അവരുടെ അടുത്തൊക്കെ നമ്മൾ ഓപ്പൺ ആകുന്ന സമയം അങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ അല്ലേ, കമ്മ്യൂണിക്കേഷൻ അങ്ങനെയും ചില ഏരിയകളുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും അല്ലാതെ ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ സംസാരത്തിനനുസരിച്ചിട്ടാണ്, നമ്മുടെ സംസാരത്തിൽ ആൾക്ക് എത്രത്തോളം റെസ്പെക്റ്റ് കിട്ടുന്നുണ്ടോ, ആൾക്ക് എത്രത്തോളം വാല്യൂ കിട്ടുന്നുണ്ടോ, അതിനനുസരിച്ചിട്ടാണ് ആള് നമ്മുടെ കസ്റ്റമർ ആവുന്നതും ആള് നമ്മുടെ കസ്റ്റമർ ആയിക്കൊണ്ടേയിരിക്കുന്നതും അല്ലേ. അങ്ങനെ പറയാം. റിട്ടൻഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിട്ടൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കസ്റ്റമർ നമ്മുടെ അടുത്തേക്ക് വന്ന് ആ കസ്റ്റമർ എന്നും നമ്മളെ തന്നെ സമീപിക്കുന്ന രീതിയിൽ അയാളെ പിടിച്ചു നിർത്തുക, അതാണ് റിട്ടൻഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു റിട്ടൻഷൻ നമുക്ക് കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. ആളുകളുമായിട്ട് സംസാരിക്കുന്നതിലൂടെ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്കത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ അതിന് വേണ്ട 7 കാര്യങ്ങളാണ് നമ്മളിന്ന് പറയുന്നത്. ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ആ 7 കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്നാണ് ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കൃത്യമായിട്ട് കേൾക്കുക. നമുക്കറിയാം ലിസണിങ് എന്ന് പറയുന്നത് ഈസ് എ സ്കിൽ അല്ലേ, അതൊരു കഴിവ് തന്നെയാണ്. കൃത്യമായിട്ട് പറയുക എന്നുള്ളതിലെ അപ്പുറത്തുള്ള ഒരു ക്വാളിറ്റിയാണ് കേൾക്കുക എന്നുള്ളത് അല്ലേ. നന്നായിട്ട് കേൾക്കുക, നമ്മുടെ എതിരെ നിന്ന് പറയുന്ന ആളെ നന്നായിട്ട് കേൾക്കുകയും നന്നായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിഗ് ക്വാളിറ്റി, അതൊരു വലിയൊരു ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റി നമ്മളെങ്ങനെയാണ് എന്തുകൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ അല്ലേ നമുക്കറിയാം പല ആളുകളും എന്താ പറയുക, ആരെങ്കിലും നമ്മളുടെ കസ്റ്റമേഴ്സ് ഒരാൾ നമ്മളോടെങ്കിലും സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ചാടി കയറി മറുപടി പറയും അല്ലേ. നമ്മളിപ്പോൾ ചില ഷോപ്പിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും, നമ്മൾ അവരോട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം അങ്ങോട്ടേക്ക് പറയുമ്പോഴേക്ക് സംസാരിക്കുമ്പോഴേക്ക് അവരെന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ടേക്ക് ഫാസ്റ്റായിട്ട് മറുപടി. ഇപ്പോൾ അതിനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ ഒരു കസ്റ്റമർ പറയുകയാണെങ്കിൽ നമ്മുടെ അടുത്തേക്ക് ഒരു കസ്റ്റമർ വന്നു, ആ കസ്റ്റമർ പറയാണ് ഇതിന് വില ഭയങ്കര കൂടുതലാണല്ലോ, ഒരു എക്സാമ്പിൾ പറയാണ്, ഇതിന് വില ഭയങ്കര പ്രൈസ് ഭയങ്കര ഹൈ ആണല്ലോ എന്ന് പറയുന്ന സമയത്ത്, അപ്പോൾ നമ്മൾ അല്ലേ നമ്മളുടെ അടുത്ത് അങ്ങനെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുക എന്താണ് ചിന്തിക്കുക, ഇയാൾക്ക് ഡിസ്കൗണ്ട് വേണം, അതാണ് ഇപ്പോൾ ഇയാൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ തിരിച്ചു പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ എന്താണ് അല്ലേ, നിങ്ങൾക്ക് എത്ര ഡിസ്കൗണ്ട് വേണ്ടേ, അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് നമ്മൾ തിരിച്ച് സംസാരിക്കുക. ശരിക്കും അതല്ല, കസ്റ്റമർ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് ആള് പറഞ്ഞ വാക്കുകൾക്കപ്പുറത്ത് അയാൾക്ക് എന്താണ് അയാളുടെ മനസ്സിൽ അയാളെ വേവലാതിപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ അയാൾ എന്തുകൊണ്ടാണ് അത് ചോദിച്ചത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അതിന് സിമ്പിളായിട്ട് അല്ലേ, അതിന് ശരിക്കും പറഞ്ഞാൽ അയാൾ ഉദ്ദേശിച്ചത് ചിലപ്പോൾ എന്തൊക്കെ വേറെ പല കാര്യങ്ങളും ആയിരിക്കും.
ഇപ്പോൾ ചിലപ്പോൾ അയാൾ കമ്പയർ ചെയ്യായിരിക്കും. ഈ വില ഭയങ്കര കൂടുതലാണല്ലോ എന്ന് പറയുന്ന സമയത്ത് അയാൾ ചിലപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് തന്നെ ഈ പ്രോഡക്റ്റിനെ തന്നെ മറ്റേതെങ്കിലും ഷോപ്പിൽ എൻക്വയറി ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അവിടുത്തെ വിലയും ഇവിടുത്തെ വിലയും തമ്മിൽ കമ്പയർ ചെയ്യായിരിക്കും ഒരുപക്ഷെ അയാൾ ചെയ്യുന്നുണ്ടാവുക, അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാലും അയാൾക്ക് തൃപ്തിയാവില്ല. ഈ ഒരു കമ്പാരിസനാണ് അയാൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയാണല്ലോ. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആൾക്ക് എന്തെങ്കിലും ഒരു വിശ്വാസക്കുറവ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് ഡീൽ ചെയ്യാൻ നമുക്ക് കഴിയണം. അവിടെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം കിടക്കുന്നത്. ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അല്ലേ, ഇപ്പോൾ അയാൾ ഒരുപക്ഷെ വല്ല പ്രോഡക്റ്റിൻ്റെയും വല്ല വില, ഇപ്പോൾ നമ്മളൊരു ഫോണിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്, അതല്ലെങ്കിൽ എന്ത് പ്രോഡക്റ്റ് തന്നെ ആയിക്കോട്ടെ, ആ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് അയാൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ കടകളിൽ അന്വേഷിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ കടകളിൽ അപ്പോൾ അയാൾ അങ്ങനെ ഒരു കാര്യം നമ്മളോട് ചിലപ്പോൾ ഓപ്പണായിട്ട് പറയൂല. നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് ഞാൻ അവിടെ അന്വേഷിച്ചിട്ടുണ്ട്, അവിടെ ഇങ്ങനെ ഇത്ര വില കുറവുണ്ടെന്ന് ചിലപ്പോൾ പറഞ്ഞു എന്ന് വരില്ല. പക്ഷേ നമുക്കത് മനസ്സിലാക്കണം. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, അവരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കണം. നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ എത്ര ബഡ്ജറ്റിലാണ് നിങ്ങൾ കരുതുന്നത്? എന്നിട്ട് ഇനിയിപ്പോൾ അതല്ല, നമ്മുടെ അടുത്ത് 2 സാധനങ്ങളുണ്ട്, നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കണം, നിങ്ങൾക്ക് ഇതിൻ്റെ വില കുറവുള്ള സാധനങ്ങൾ ചിലപ്പോൾ അപ്പുറത്തെ ഷോപ്പിൽ കിട്ടും, അതല്ലെങ്കിൽ വേറെ ഷോപ്പിലൊക്കെ നമുക്ക് ഇത് അവൈലബിൾ ആണ്, ഇതിനേക്കാളും വില കുറഞ്ഞ സാധനങ്ങളുണ്ട്, പക്ഷേ അതിന് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഇതിന് ഇങ്ങനെയൊക്കെ ക്വാളിറ്റികളുണ്ട് എന്ന രീതിയിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തായി, ആ ഒരു കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആവുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആക്റ്റീവായിട്ട് നമ്മൾ ലിസൺ ചെയ്യുക എന്നുള്ളതാണ്. ശ്രവിക്കുക, കേൾക്കുക, പറയുന്നത് കേൾക്കുക. അത് കേൾക്കുന്ന സമയത്ത് അവരെന്താണോ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി ഓഫ് മെസ്സേജ്. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഭയങ്കര ക്ലിയർ ആയിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണോ അത് കണ്ണിങ് ആയിരിക്കണം, അത് ക്ലിയർ ആയിട്ട് സംസാരിക്കാൻ നമുക്ക് കഴിയണം. ഈ വളച്ച് പിടിച്ചിട്ട് എന്താ പറയുക, അല്ലെങ്കിൽ വളച്ച് കിട്ടിയിട്ട് സംസാരിക്കുക എന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, അത് കാവ്യശ്രീ മാം ഓക്കെ അല്ലേ? എൻ്റെ വോയിസ് ഓക്കെ അല്ലേ? ഇപ്പോൾ ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ക്ലാരിറ്റി ഓഫ് മെസ്സേജ് ആണ്. ക്ലാരിറ്റി ഓഫ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വളരെ കണ്ണിങ് ആയിരിക്കണം, അതുപോലെ തന്നെ ക്ലിയർ ആയിരിക്കണം, അല്ലേ? വളച്ചു കെട്ടിയിട്ട് കാര്യങ്ങൾ പറയുക, ഇങ്ങനെ എന്താ പറയുക, ഈ ബീറ്റ് ഇൻ ദ ബുഷ് എന്ന് പറയും, ഇംഗ്ലീഷിലൊരു പ്രയോഗമാണ്. അതായത് വെറുതെ അവിടെയും ഇവിടെയും തൊടാതെ ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുക. അത് ഒരിക്കലും ഒരു കസ്റ്റമറെ നമ്മൾ ഡീൽ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ബിസിനസ് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഒരിക്കലും ബിസിനസ്സിൽ അതെന്തല്ല, അത് ഒരിക്കലും ഫെയർ അല്ല, അല്ലെങ്കിൽ നല്ല കാര്യമല്ല. ഏത് കസ്റ്റമറും നഷ്ടപ്പെട്ടു പോകാൻ ഒരുപക്ഷെ ക്ലാരിറ്റി ഇല്ലാത്ത സംസാരങ്ങൾ കാരണമാവുന്നർത്ഥം. എന്താ, വളച്ചു കെട്ടിയിട്ട് കാര്യങ്ങൾ പറയാം. നമ്മൾ സിമ്പിളായിട്ട് ഒരു പ്രോഡക്റ്റ് നമ്മൾ പരിചയപ്പെടുത്തുന്ന സമയത്ത് എന്താ, കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക, ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാനുവലായിട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക, സാധാരണ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് ഇത്രമാത്രം നിങ്ങൾക്ക് ലാഭം ഉണ്ടാവും, ഇത്രമാത്രം സമയം ലാഭം ഉണ്ടാവും എന്ന രീതിയിൽ ഓരോ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞാൽ അതാണ് വേണ്ടത്. ഓക്കെ. അപ്പോൾ സ്പെസിഫിക് ആയിട്ട് കൃത്യമായിട്ട് നമ്മളുടെ പ്രോഡക്റ്റിൻ്റെ റിസൾട്ട് എന്താണ്, അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഗുണങ്ങൾ എന്താണ്, ഇതൊക്കെ കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ട് സംശയങ്ങളില്ലാത്ത രീതിയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയുക. അതാണ് രണ്ടാമത്തെ ഒരു മെസ്സേജ്, എന്താ പറയുക, ഒരു കോറായിട്ടുള്ള ഒരു സ്കില്ല് എന്ന് പറയുന്നത്. പിന്നെ കമ്മ്യൂണിക്കേഷനിൽ തന്നെ വരുന്ന വലിയൊരു അടുത്തൊരു കാര്യമാണ് എംപതി എന്ന് പറയും. എന്താ എംപതി എന്ന് പറഞ്ഞാൽ? എംപതിൻ്റെ അർത്ഥം എന്താ? അൺമ്യൂട്ട് ചെയ്തിട്ട് പറയും. സഹതാപം അല്ലേ? നമ്മൾ സിമ്പതി എന്നൊക്കെ പറയാം അല്ലേ, സഹതാപം. മലയാളത്തിൽ എംപതിക്ക് ഒന്നുകൂടെ ആപ്റ്റായിട്ടുള്ളൊരു വേർഡ് കൂടെ ഉണ്ട്. ആർക്കെങ്കിലും അറിയോ? കേട്ട് പരിചയമുണ്ടോ? തന്മയീഭാവം എന്ന് കേട്ടിട്ടുണ്ടോ? തന്മയീഭാവം എന്ന് കേട്ടിട്ടുണ്ടോ മലയാളം തന്മയീഭാവം എന്ന് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? തന്മയീഭാവം അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ. അതായത് എന്താ പറയുക, ഇപ്പോൾ സിമ്പിളായിട്ട് മറ്റൊരാളുടെ വേദന, അത് ജസ്റ്റ് നിങ്ങളൊന്ന് കറക്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. മറ്റൊരാളുടെ വേദന അതുപോലെ മനസ്സിലാക്കുന്നുണ്ട് എന്ന ഒരു എന്താ പറയുക, ആ ഒരു മാനസികാവസ്ഥക്കാണ് തന്മയീഭാവം എന്ന് പറയുക.
അങ്ങനെ മനസ്സിലാക്കാം നമുക്ക് സിമ്പിളായിട്ട്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ മുന്നിൽ വരുന്ന ഒരു കസ്റ്റമറും ആഗ്രഹിക്കുന്നത് സിമ്പതി അല്ല, അതായത് സഹതാപമല്ല, മറിച്ച് ഇപ്പോൾ നമുക്ക് ഇതിപ്പോൾ കസ്റ്റമർ വരുന്ന സമയത്ത് എന്ന് മാത്രമല്ല കേട്ടോ, ഇപ്പോൾ നമ്മൾ ഒരു കസ്റ്റമർക്ക് ഒരു പ്രോഡക്റ്റ് നമ്മൾ ഡെലിവറി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഡിലേ വന്നു അല്ലേ, അപ്പോൾ അയാളോട് സഹതാപമല്ല നമുക്ക് ഉണ്ടാവേണ്ടത്, നമുക്ക് എന്താണ് ഒരു തന്മയീഭാവമാണ് ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ എമ്പതിയാണ് ഉണ്ടാവേണ്ടതെന്ന് പറയാം. ഇപ്പോൾ അതിന് നമ്മൾ അല്ലേ, നമുക്കറിയാം അവരോട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് സോറി സാറേ നിങ്ങൾക്ക് എത്രമാത്രം പ്രയാസം ഉണ്ടായി എന്ന് നമുക്കറിയാം, ഈ ഒരു രീതിയിൽ സംസാരിക്കുമ്പോൾ അപ്പോൾ അവിടെ എന്താണ്, ആളുടെ പ്രയാസത്തെ നമ്മൾ കൂടെ മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കുകയാണ്. അതാണ് തന്മയി ഭാവം എന്ന് പറഞ്ഞാൽ. സോറി സാർ, നിങ്ങൾക്ക് എത്രമാത്രം ഇത് പ്രയാസപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ മനസ്സിലാക്കലാണ് ആളുടെ ഇപ്പോൾ നമ്മുടെ കസ്റ്റമറുടെ വേദനയെ അല്ലെങ്കിൽ കസ്റ്റമറുടെ ആവശ്യത്തെ, കസ്റ്റമർക്ക് ഉണ്ടായിട്ടുള്ള ഫ്രസ്ട്രേഷനെ അല്ലേ, ആ ഒരു നിരാശയെ അത് നമ്മൾ കസ്റ്റമർ അനുഭവിക്കുന്ന അതേ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു എംപതി എന്നതുകൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ 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 ഓക്കെ. പിന്നെ അതുപോലെ തന്നെ വേറൊരു നമ്മൾ കസ്റ്റമറുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബിസിനസ് കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഒരു സ്കില്ല് എന്ന് തന്നെ പറയാം, കോൺഫിഡൻസ് ആണ്. കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് ഭയങ്കര എന്തായിരിക്കും, ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും അല്ലേ, പ്രത്യേകിച്ച് ബിസിനസ്സിൽ. ഇപ്പോൾ റഷീദ മാം ഒരു പ്രോഡക്റ്റ് എന്ത് ചെയ്തു, ആളുടെ ഷോപ്പിലുള്ള ഒരു പ്രോഡക്റ്റ് ആൾ എൻക്വയറി ആയിട്ട് വന്ന കസ്റ്റമറുമായിട്ട് പരിചയപ്പെടുത്തുകയാണ്. ആ പരിചയപ്പെടുത്തുന്ന സമയത്ത് ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിനെ കുറിച്ച് റഷീദ മാം ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും അല്ലേ, ഇപ്പോൾ ഈ കസ്റ്റമർ പറയാണ് എന്ത്, ഞാൻ ഇതിൻ്റെ മുമ്പ് ഇവിടുന്ന് ഈ സാധനം വാങ്ങിയിട്ട് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നിരുന്നല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നിരുന്നല്ലോ എന്ന് പറയുന്ന സമയത്ത് എന്ത് ചെയ്യുക, അപ്പം റഷീദ മാമിന് ഉറപ്പാണ് അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വരില്ല എന്ന്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിൽ എന്ത് ചെയ്യുക, നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പലപ്പോഴും എന്ത് ചെയ്യും, നമ്മുടെ ടോണുകൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും അല്ലേ, ശബ്ദം മാറും, അതല്ലെങ്കിൽ ചിലപ്പോൾ ഷൗട്ട് ചെയ്യുക, അങ്ങനത്തെ ഒക്കെ സാഹചര്യമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അല്ലേ, അല്ലെങ്കിൽ അതൊക്കെ തീർച്ചയായിട്ടും ആ കസ്റ്റമറെ നഷ്ടപ്പെടുത്താൻ കാരണമാവും. അപ്പോൾ നമ്മൾ ശബ്ദം, നമുക്ക് കോൺഫിഡൻസ് വേണം നമ്മുടെ പ്രോഡക്റ്റുകളെ കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സർവീസുകളെ കുറിച്ച് നമുക്ക് കോൺഫിഡൻസ് വേണം. പക്ഷെ ആ കോൺഫിഡൻസ് കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ശബ്ദം, വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലല്ലോ, അപ്പുറത്ത് കുട്ടികൾ കളിക്കുന്നുണ്ട്, അതിൻ്റെ പ്രശ്നമൊന്നും കേൾക്കുന്നില്ലല്ലോ? കേൾക്കുന്നില്ലല്ലോ? ഓക്കെ 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 ഓക്കെ. എടാ ഒന്ന് ശബ്ദം കുറക്കണേ. ഓക്കെ. അപ്പോൾ നമുക്ക് കോൺഫിഡൻസ് വേണം, പക്ഷേ ആ കോൺഫിഡൻസ് കൊണ്ട് ഒരിക്കലും നമ്മുടെ ശബ്ദം ഉയരാൻ പാടില്ല. കസ്റ്റമർ സംസാരിക്കുന്ന സമയത്ത് ഒരു കാം ആയിരിക്കണം അല്ലേ, കാം ആയിട്ടുള്ള ഒരു വോയിസ് ആയിരിക്കണം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. അതേപോലെ തന്നെ ക്ലിയർ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ പറയും വേണം. പിന്നെ നമ്മളോട് കസ്റ്റമർ ഇങ്ങോട്ട് ബാർഗെയിൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ തർക്കിക്കുന്ന സമയത്ത്, ബാർഗെയിൻ എന്നല്ല, അപ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ ഗുണമേന്മയായിട്ട് ബന്ധപ്പെട്ടിട്ടോ നമ്മളോട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഒരിക്കലും ഓവർ എക്സ്പ്ലെയിൻ ചെയ്യാതിരിക്കുക. ഓവറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടല്ലോ, ഇങ്ങനെ എന്താ പറയുക, നമുക്ക് തന്നെ ഉണ്ടാവും അനുഭവം, നമ്മളിതുപോലെ എന്തെങ്കിലും പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ സ്റ്റാഫുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ആകെ ഇങ്ങോട്ട് വഷളാക്കുന്ന തരത്തിലുള്ള, അപ്പോൾ അത്തരത്തിലുള്ളൊരു ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല. നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവണം. ആ കോൺഫിഡൻസിൽ നമുക്ക് കാര്യങ്ങൾ ചുരുങ്ങിയ രീതിയിൽ നമുക്ക് പറയാനും കഴിയണം. അത് എന്ത് ചെയ്യും, ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് കസ്റ്റമേഴ്സിനെ ക്രെഡിബിലിറ്റി ഉണ്ടാക്കും, നമ്മളെ അവർക്ക് വിശ്വാസമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ അതേപോലെ നമ്മൾ അഗ്രസീവായിട്ട്, അതായത് നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്, പക്ഷെ ആ കോൺഫിഡൻസിൻ്റെ പേരിൽ നമ്മൾ അഗ്രസീവായിട്ട് സംസാരിച്ചു കഴിഞ്ഞാലോ, അവരുമായിട്ട് ഭയങ്കര എന്താ പറയുക, ഷൗട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവരെക്കാൾ ശബ്ദത്തിൽ അവരോട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കസ്റ്റമർ നഷ്ടപ്പെട്ടു പോകും. ആ റിലേഷൻഷിപ്പ് അവിടെ നമുക്ക് ലൂസാകുന്നൊരു സാഹചര്യം വരും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ, നമ്മളിപ്പോൾ 4 എണ്ണമാണ് പറഞ്ഞത് അല്ലേ. ഫസ്റ്റ് ഏതായിരുന്നു പറഞ്ഞേ? ഫസ്റ്റ് ഏതായിരുന്നു നമ്മൾ പറഞ്ഞത്? റഷീദ മാം ഒന്ന് പറയാമോ? ആക്റ്റീവ് ലിസണിങ് അല്ലേ. അതുപോലെ രണ്ടാമത് ഏതായിരുന്നു കാവ്യശ്രീ മാം? ഓക്കെ, ഞങ്ങൾ കേട്ടു എന്ന് കരുതിക്കോളാം, അൺമ്യൂട്ട് ചെയ്തിട്ടാണ്. ഓക്കെ, ക്ലാരിറ്റി ഓഫ് മെസ്സേജ്. ഓക്കെ ഓക്കെ ഓക്കെ, പ്രശ്നമില്ല. പിന്നെ അതുപോലെ മൂന്നാമത് നമ്മൾ പറഞ്ഞത് എംപതിയാണ് അല്ലേ, ഇൻ കമ്മ്യൂണിക്കേഷൻ. പിന്നെ അതുപോലെ നാലാമത്തതാണ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞത് അല്ലേ.
ഇനി അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിങ് സ്കില്ലാണ്. ക്വസ്റ്റ്യനിങ് സ്കില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, അഞ്ചാമത്തേത് എന്താണ്? ക്വസ്റ്റ്യനിങ് സ്കിൽ. അതായത് നമ്മൾ നല്ല ചോദ്യങ്ങൾ ചോദിക്കാൻ ആർക്ക് കഴിയണം? നമുക്ക് കഴിയണം. ഒരു കസ്റ്റമറുമായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ നമ്മൾ അല്ലേ നല്ല ചോദ്യങ്ങൾ ചോദിക്കുക. കാരണം എന്താ, ഇപ്പോൾ നമ്മളൊരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ആ കസ്റ്റമറുടെ താല്പര്യങ്ങളെ മനസ്സിലാക്കാനും ആ കസ്റ്റമർ എന്താണ് ശരിക്കും ഇതുകൊണ്ട് ആവശ്യപ്പെടുന്നത്, എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് നല്ല ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കഴിവ് ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്കറിയാം ഡാറ്റ എന്ന് പറയുന്നത് അല്ലേ, ഒരാളെ കുറിച്ചുള്ള വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ CRM വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഡാറ്റ നമുക്ക് ഉണ്ടാക്കി തരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഡാറ്റയിലേക്കുള്ള കീ ആണ് എന്ത്? ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഏറ്റവും നന്നായിട്ട് ഡെലിവർ ചെയ്യാൻ കഴിയുന്ന അതൊരു ക്വാളിറ്റിയാണ്, അത് വലിയൊരു ക്വാളിറ്റിയാണ്. നമ്മുടെ ബിസിനസ്സിലെ അല്ലെങ്കിൽ CRMനെ ഹെൽപ്പ് ചെയ്യും എന്നർത്ഥം, ബിസിനസ് കമ്മ്യൂണിക്കേഷനെ ഹെൽപ്പ് ചെയ്യും. പിന്നെ അടുത്തത് ആറാമത്തേത് ഫീഡ്ബാക്ക് ഹാൻഡ്ലിംഗ് ആണ്. ആറാമത്തേത് ഫീഡ്ബാക്ക് ഹാൻഡ്ലിംഗ് ആണ്. എന്താ ഫീഡ്ബാക്ക് ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം ഫീഡ്ബാക്കുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അല്ലേ, നമുക്ക് മുന്നോട്ട് പോകാനുള്ള വെളിച്ചാണ്. ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഫീഡ്ബാക്കുമായിട്ട് ഒരാൾ നമ്മളൊരു പ്രോഡക്റ്റ് ഒരാൾ കൊണ്ടുപോയി, അയാൾ നമ്മളോടൊരു ഫീഡ്ബാക്ക് പറഞ്ഞു, എടാ ഈ പ്രോഡക്റ്റ് ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ, അല്ലെ ഇങ്ങനെയൊക്കെ ഉണ്ട്, ഈ പ്രോഡക്റ്റിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട്, ഇങ്ങനെ കുറേ ഉപയോഗിക്കുമ്പോൾ ചൂടാകുന്നുണ്ട് എന്ന രീതിയിലൊരു ഫീഡ്ബാക്ക് പറയുന്ന സമയത്ത് ഒരിക്കലും തന്നെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആർഗ്യൂ ചെയ്യാൻ പാടില്ല. ഒരിക്കലും അത് പാടില്ല അല്ലേ. അവിടെ നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലേ, തീർച്ചയായിട്ടും നമ്മൾ വളരെ മാന്യമായിട്ട് അല്ലെങ്കിൽ ആ ഫീഡ്ബാക്കിനെ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അതൊരു ക്വാളിറ്റിയാണ്. ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ അല്ലേ, നമുക്കറിയാം നമുക്ക് എന്തായിട്ട് പറയാം, ഒരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീ കൺസൾട്ടൻസി എന്ന് പറയാറുണ്ട്. അതായത് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകണം, അതല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്ന് നമ്മൾ അല്ലേ, ഇപ്പം നമ്മളൊരു ഒരു ഉദാഹരണത്തിന് നമ്മളൊരു പ്രസൻറ്റേഷൻ പ്രിപ്പയർ ചെയ്യാണ്. അപ്പോൾ ആ പ്രസൻറ്റേഷന് നമ്മൾ ഒരാളെ അടുത്ത് പോയിട്ട് ആദ്യം ഒന്ന് ട്രയൽ അടിക്കുന്ന സമയത്ത് അല്ലേ, നമ്മളെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ പറയാണ്, എടാ ഇതൊന്ന് നോക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ പ്രസൻറ്റേഷൻ അയാളുടെ മുന്നിൽ നമ്മളൊന്ന് പ്രസൻറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അയാൾ ഇതിലെ തെറ്റുകൾ തിരുത്തി തരും അല്ലേ. അപ്പോൾ അതേപോലെയൊക്കെയുള്ള ഒരു നമ്മളെ മെച്ചപ്പെടുത്താൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഫീഡ്ബാക്കുകൾ എന്ന് പറഞ്ഞാൽ. അത് ആ ഒരു മൈൻഡിൽ എടുക്കണം എന്ന് മാത്രം. അപ്പോൾ ഒരിക്കലും ഫീഡ്ബാക്ക് പറയുന്ന ആളുകളോട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ആർഗ്യൂ ചെയ്യാൻ പാടില്ല, ആളോട് തർക്കിക്കാൻ പാടില്ല. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ അത് ഞങ്ങളെ പ്രശ്നമല്ല, അങ്ങനെ ചില ആളുകൾ എന്താ പറയുക സ്റ്റാഫുകൾ അങ്ങനെ പറയും, അത് ഞങ്ങളെ പ്രശ്നമല്ല, അത് നിങ്ങൾ നോക്കേണ്ടായിരുന്നു. അങ്ങനത്തെ ഒന്നും ഒരു തരത്തിലുള്ള റോങ് ആയിട്ടുള്ള റെസ്പോൺസ് നമ്മളെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല. ഓക്കെ. അത് അവരുടെ കസ്റ്റമേഴ്സിൻ്റെ പ്രശ്നമാണെങ്കിൽ പോലും അത് ആ ഒരു രീതിയിൽ നൈസായിട്ട് വേണം അവരെ ബോധ്യപ്പെടുത്താൻ. ഓക്കെ. അവിടെ നന്നായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് പറഞ്ഞത് ഫീഡ്ബാക്ക് ഹാൻഡ്ലിങ് വളരെ ബിസിനസ് കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത്, ഈ ഫീഡ്ബാക്ക് ഹാൻഡ്ലിങ് എന്ന് പറഞ്ഞാൽ. ഓക്കെ. രമിത രവി ഹാസ് ലെഫ്റ്റ് ദിസ് കോൾ. ഓക്കെ. ഡെലിവറി ആയിട്ട് ബന്ധപ്പെട്ടുള്ള തിരക്കിലാണ്. ഓക്കെ. അതൊക്കെ കഴിഞ്ഞ ഇതിലാണല്ലോ, മനസ്സിലാക്കാം. ഓക്കെ. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആറാമത്തെ പറഞ്ഞു അല്ലേ, ഇനി അടുത്തത് ഇപ്പോൾ എന്താ നമുക്ക് പറയാം, ഒരു എന്താ പറയുക ഫോളോ അപ്പ് കമ്മ്യൂണിക്കേഷൻ. ഈ ഫോളോ അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഫോളോ അപ്പിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് അല്ലേ. ഒരിക്കലും തന്നെ ഇപ്പോൾ ഞാൻ ഒരു ബിസിനസ്സിൻ്റെ ഒരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അതല്ലെങ്കിൽ റഷീദ മാം ഒരു കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്നോട് കോൺടാക്ട് ചെയ്തു. അപ്പോൾ എന്നോട് കോൺടാക്ട് ചെയ്ത സമയത്ത് ഞാൻ അതിൻ്റെ ഒരു ചെറിയ വിവരങ്ങളും അതിൻ്റെ ഫീയും കാര്യങ്ങളൊക്കെ ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പോൾ നിങ്ങൾ പറയാണ്, ആയിക്കോട്ടെ ഞാൻ നോക്കിയിട്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തടഞ്ഞു നിർത്തുന്ന പല കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ പേയ്മെൻ്റ് ആയിരിക്കും, അതല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൻ്റെ ടൈം ആയിരിക്കും, അതല്ലെങ്കിൽ അങ്ങനത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ആയിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ ഇപ്പോൾ ചിലപ്പോൾ പേഴ്സണലായിട്ടുള്ള പല ഇഷ്യൂസ് ഉണ്ടാവും. ചിലപ്പോൾ ഹോസ്പിറ്റൽ കേസോ അല്ലെങ്കിൽ എന്തെങ്കിലും യാത്രയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടാവും. അങ്ങനെ ഉള്ള എൻ്റെ വോയിസ് ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഞാൻ റഷീദ മാം സ്റ്റെക്കായത് കണ്ടു, അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പോൾ ഇങ്ങനത്തെ പല ജാതി പ്രശ്നങ്ങൾ ഒരുപക്ഷെ റഷീദ മാമിന് ഉണ്ടാവും. അപ്പോൾ റഷീദ മാം എന്നെ കോൺടാക്ട് ചെയ്തു, ഞാനതിൻ്റെ വ്യക്തമായിട്ട് വിവരങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ റഷീദ മാം പറഞ്ഞു, ആയിക്കോട്ടെ ഞാനൊന്ന് നോക്കട്ടെ, ഞാൻ മറ്റൊരാളോട് ചോദിക്കട്ടെ, അല്ലെങ്കിൽ ഹസ്ബൻഡിനോട് ചോദിക്കട്ടെ, ഞാൻ പിന്നോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം മറുപടി തരാം എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം
അല്ലേ, ഞാൻ പിന്നീട് സ്വാഭാവികമായിട്ടും ഞാൻ റഷീദ മാമിനെ വിളിച്ചില്ല എന്ന് വെക്കാം. റഷീദ മാം അത് വിട്ടിട്ടുണ്ടാകും അല്ലേ, തീർച്ചയായിട്ടും റഷീദ മാം ആളുടെ തിരക്കിലും ആളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ആളെ അവിടുന്ന് പരിപൂർണ്ണമായിട്ട് മാറിപ്പോയിട്ടുണ്ടാവും. പക്ഷെ അതേ സ്ഥാനത്ത് ഞാൻ വീണ്ടും കോൾ ചെയ്യാണ്, മാം എന്താണ് വിശേഷം, തിരക്കിലാണോ മാഡം, എന്തായി, ഞാനൊരു കാര്യം, ഒരു പ്രൊപ്പോസൽ തന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ എന്താ പറയുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാം അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്നും പറഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ എന്താണ്, തിരക്കിലാണോ, ഞാൻ അയച്ച ഡീറ്റെയിൽസ് നോക്കിയിട്ടുണ്ടായിരുന്നോ, എന്തെങ്കിലും അതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടോ, വെറുതെ ആള് നോക്കിയിട്ടുണ്ടാവില്ലേ ചിലപ്പോൾ. പക്ഷെ അങ്ങനെ നമ്മളോട് ഒരാൾ ചോദിക്കുമ്പോൾ നമ്മൾ ആയിക്കോട്ടെ ഞാൻ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറയും അല്ലേ. അല്ലെങ്കിൽ വെറുതെ നമ്മൾ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു അല്ലേ, ആ ഒരു ഫോളോ അപ്പ് കോൾ എന്ന് പറഞ്ഞാൽ, ഫോളോ അപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് ഫോർമോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ബിസിനസ്സിൽ ഫോളോ അപ്പിന് എത്രമാത്രം പ്രാധാന്യമുണ്ടോ ആ ഫോളോ അപ്പ് വിജയിപ്പിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ മാത്രമാണ്. ആ കമ്മ്യൂണിക്കേഷൻ ഫോളോ അപ്പിൽ വളരെ മനോഹരമായിട്ട് ഡെലിവർ ചെയ്യാൻ നമുക്ക് കഴിയണം. ഓക്കെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 7 സ്കില്ലുകൾ, നമ്മൾ പറഞ്ഞ 7 സ്കില്ലുകൾ, ഒന്നാമത്തെ എന്തായിരുന്നു, ആക്റ്റീവ് ലിസണിങ് ആണ്. രണ്ടാമത്തേത് ക്ലാരിറ്റി ഓഫ് മെസ്സേജ് അല്ലേ, പിന്നെ അതുപോലെ മൂന്നാമത്തേത് എംപതി ഇൻ കമ്മ്യൂണിക്കേഷൻ. അതുപോലെ തന്നെ നാലാമത്തേത് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, കോൺഫിഡൻസ് അല്ലേ. ഒരിക്കലും അഗ്രസീവ് ആവാത്ത രീതിയിലുള്ള കോൺഫിഡൻസ്. പിന്നെ അതുപോലെ തന്നെ ക്വസ്റ്റ്യനിങ് സ്കില്ല്, നമുക്ക് നന്നായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു കഴിവ്. പിന്നെ അതുപോലെ തന്നെ ഫീഡ്ബാക്കുകൾ മനോഹരമായിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാവണം. പിന്നെ അതുപോലെ തന്നെ ഫോളോ അപ്പ് കമ്മ്യൂണിക്കേഷൻ, അതും വളരെ പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം എന്നർത്ഥം അല്ലേ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടെ അതായത് കോമൺ ആയിട്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന എന്താ പറയുക, ഈ ഒരു കുറച്ച് മിസ്റ്റേക്സ് എന്ന് പറയാം. അതായത് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് തന്നെ മനസ്സിലാക്കിയാൽ മതി. സിമ്പിളായിട്ട് ഒരുപാട് പറയുക, കുറച്ച് കേൾക്കുക, അല്ല അങ്ങനത്തെ ഒരു പ്രശ്നം. അതായത് നമ്മൾ പറഞ്ഞല്ലോ, ആക്റ്റീവ് ലിസണിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ്, നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അവർക്ക് പറയാനുള്ളത് കേൾക്കാതിരിക്കുക, അത് ഭയങ്കര വലിയ മിസ്റ്റേക്കാണ്. പിന്നെ അതുപോലെ തന്നെ ഓവർ പ്രോമിസ് ചെയ്യുക, അതായത് കൂടുതൽ വാഗ്ദാനങ്ങൾ കൊടുക്കുക, കൂടുതൽ നമുക്ക് കഴിയുന്നതിനേക്കാളേറെ വലിയ വലിയ വാഗ്ദാനങ്ങൾ കൊടുക്കുക. നമ്മുടെ ബിസിനസ്സുമായിട്ട്, നമ്മുടെ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇത് 10 കൊല്ലം നിൽക്കും, അതല്ലെങ്കിൽ ഇതുകൊണ്ട് അങ്ങനെ ആക്കാൻ പറ്റും, ഇങ്ങനെ ആക്കാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള കൈവിട്ട വാഗ്ദാനങ്ങൾ കൊടുക്കുക. അതൊക്കെ ആ റിലേഷൻഷിപ്പ് എന്നല്ല, ആ ബിസിനസ്സിനെ തന്നെ കൊല്ലും എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിനെ തന്നെ ഇല്ലാതാക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ അതുപോലെ തന്നെ ഡിലേയ്ഡ് റെസ്പോൺസസുകൾ, അതായത് ഒരാൾ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഫീഡ്ബാക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് മറുപടി സ്പോട്ടിൽ കൊടുക്കാതിരിക്കുക. ഇപ്പം എനിക്കൊരു മെസ്സേജ് അയച്ചു, ഞാനതിന് ഒരു അരമണിക്കൂറൊന്നും കുഴപ്പമില്ല, ഒരു ഏറ്റവും കുറഞ്ഞത് 12 മണിക്കൂറിനുള്ളിൽ റെസ്പോണ്ട് ചെയ്തിരിക്കണം എന്നാണ്. ഒരു ബിസിനസ് ആണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 3 മണിക്കൂർ, മാക്സിമം പോയാൽ 12 മണിക്കൂറിനുള്ളിൽ നമ്മൾ റെസ്പോൺസ് ചെയ്തിരിക്കണം. തീർച്ചയായിട്ടും നമ്മൾ റെസ്പോൺസ് ചെയ്തിരിക്കണം. അതാണ് ഈ ബിസിനസ് കമ്മ്യൂണിക്കേഷനിലുള്ള ഒരു നമ്മൾ പാലിക്കേണ്ട ഒരു എത്തിക്സ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ ഇമോഷണൽ സൈഡ് നമ്മൾ അവഗണിക്കാതിരിക്കുക, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി ആകമൊത്തം ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, കമ്മ്യൂണിക്കേഷൻ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കമ്മ്യൂണിക്കേഷനും CRMുമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ്സിനെ അല്ലേ വളർത്തുന്നത്. CRMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഒരുപാട് സോഫ്റ്റ്വെയറുകളുടെ പേരുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോഹോ CRM ആണെങ്കിലും, അതല്ലെങ്കിൽ സെയിൽസ് ഫോഴ്സ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സോഫ്റ്റ്വെയറുകളുടെ പേരുകൾ നമ്മൾ പഠിച്ചു. ഈ CRMൻ്റെ സോഫ്റ്റ്വെയറുകളൊക്കെ കസ്റ്റമേഴ്സിനെ ഓർക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, നമ്മുടെ നല്ല കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ആ കസ്റ്റമേഴ്സ് നമ്മെ ഓർക്കാൻ കാരണമാവും. നമ്മൾ അന്ന് പറഞ്ഞിട്ടുള്ള പോലെ ആ കസ്റ്റമേഴ്സ് നമ്മളെ ഓർത്തുകൊണ്ടിരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നല്ല സംസാരമാണ്. അപ്പോൾ നല്ല സംസാരങ്ങളിലൂടെയാണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് കസ്റ്റമേഴ്സിനെ, പ്രത്യേകിച്ച് ബിസിനസ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഡെവലപ്പ് ചെയ്യാൻ കഴിയുക എന്നർത്ഥം. ഓക്കെ, അപ്പോൾ കസ്റ്റമേഴ്സ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ചെറിയൊരു കോട്ട് ഉണ്ട്, നമ്മളിങ്ങനെ പറയാറുണ്ട്, ഈ CRMൽ മെയിനായിട്ട് പറയുന്ന, അതല്ലെങ്കിൽ ഈ കമ്മ്യൂണിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറയാറുള്ള ഒരു കാര്യമാണ്,
കസ്റ്റമേഴ്സ് മേ ഫോഗറ്റ് യുവർ പ്രൈസ്. നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ വില ഒരുപക്ഷെ എന്ത് ചെയ്തിട്ടുണ്ടാവും, കസ്റ്റമേഴ്സ് ഒരുപക്ഷെ മറന്നു പോയിട്ടുണ്ടാവാം. ദേ മേ ഫോഗറ്റ് യുവർ പ്രോഡക്റ്റ്. ഒരുപക്ഷെ നമ്മൾ കൊടുത്ത പ്രോഡക്റ്റും നമ്മളിരുന്ന് എന്താ വാങ്ങിയത് എന്നും ഒരുപക്ഷെ അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, മറന്നിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ അവർ മറന്നിട്ടുണ്ടാവും. ബട്ട് ദേ വിൽ നെവർ ഫോഗറ്റ് ഹൗ യു കമ്മ്യൂണിക്കേറ്റഡ് വിത്ത് ദം. നമ്മൾ എങ്ങനെയാണ് അവരെ ട്രീറ്റ് ചെയ്തത്, എങ്ങനെയാണ് നമ്മൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് എന്ന കാര്യം അവരൊരിക്കലും മറക്കാൻ പോകുന്നില്ല. അത് അവരെന്നും ഓർത്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ അവരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കാൻ, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, നമ്മൾ സ്വയം ചേഞ്ച് ചെയ്യാൻ തുടങ്ങണം എന്നർത്ഥം. ഓക്കെ, എന്തായാലും എനിവേ ഹാപ്പി ആയിട്ടിരിക്കുക. ഓരോ കാര്യങ്ങളും നമ്മുടേതായ അല്ലേ, ഇതൊക്കെ മാറ്റങ്ങളാണ്. ഒരു കസ്റ്റമർ റിലേഷൻ എന്നതിലപ്പുറത്ത് ഒരു ബിസിനസ് മാനേജ് ചെയ്യാനാണ് നിങ്ങളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ബിസിനസ് മാനേജ് ചെയ്യാൻ നമ്മൾ അതിൻ്റെ ഓരോ ബാലപാഠങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇത് ബിസിനസ്സിലേക്കല്ല ആദ്യം ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് അല്ലേ, അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ ലൈഫിലേക്കാണ്. നമ്മുടെ ലൈഫിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് ബിസിനസ്സിൽ നമ്മളിതൊരു എന്താ പറയുക, ഒരു ചടങ്ങായിട്ട് കൊണ്ടുപോകാതെ നമ്മൾ ബിസിനസ്സിലേക്ക് അങ്ങ് ഇറങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സ്വഭാവങ്ങളും ഈ സംസാരങ്ങളും ഈ രീതികളും കൂടുതൽ ആളുകളെ കേൾക്കാനും അവർക്ക് മനസ്സിലാക്കി അവരുടെ വേദനകൾ മനസ്സിലാക്കി അവരോട് പ്രതികരിക്കാനൊക്കെ ഉള്ള ഒരു കഴിവ് നമുക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് വന്നു തുടങ്ങും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം നമ്മളിപ്പോഴേ നമ്മുടെ സംസാരങ്ങളെയൊക്കെ മാറ്റി തുടങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, എനിവേ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ, എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാനോ സംശയങ്ങളോ എന്തോ ഉണ്ടോ? കാവ്യശ്രീ മാം? ഇല്ല. ഓക്കെ 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 ഓക്കെ. റഷീദ മാം സംശയങ്ങളൊന്നുമില്ലല്ലോ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. എനിവേ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു. താങ്ക് യു.